ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ പേഴ്സൺസിനെയും ഞാൻ വെൽക്കം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സഹൃദയ ടീമിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സഹൃദയുടെ മാനേജർ ഫാദർ മോൺസിംഗർ വിൽസൺ നീരത്ര ഞങ്ങളുടെ സഹൃദയന്റെ മാനേജറാണ്. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ രാംകുമാർ സാർ ആൻഡ് കമ്പ്യൂട്ടർ സയൻസിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ മണിശങ്കർ ആൻഡ് പിന്നെ ഞാൻ ഡോക്ടർ ജി ആർ നാനക്കി ഈ കോൺഫറൻസിന്റെ ചെയറാണ്. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ മാനേജർ വിൽസൺ ഈരത്തരാച്ചനെ കോളേജിനെ കുറിച്ച് പറയാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ ഏപ്രിൽ മാസം 9, 10 തീയതികൾ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര സെമിനാറിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള വലിയൊരു പ്രസ്ഥാനമാണ് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ്. 2002 അത് ആരംഭിക്കുന്നത്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള 4 കോളേജുകളിൽ ഒന്നാണ് സഹൃദയ. ഏറ്റവും ആദ്യം തുടങ്ങിയ സഹൃദയ 2002 ഈ കോളേജ് ആരംഭിക്കുന്നത്. ഇപ്പൊ അതിന്റെ രജതയുഗയിലേക്ക് നിന്നാണ് 25 വർഷം അതിന്റെ പ്രവർത്തനങ്ങൾ, മികവുറ്റ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഈ അന്താരാഷ്ട്ര സെമിനാർ നടത്തപ്പെടുന്നത്. ഏകദേശം 2000 കുട്ടികൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്, ഓട്ടോണമസ് കോളേജാണ്. 2024 ഇത് ഓട്ടോണമസ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ വർഷവും മുൻവർഷങ്ങളിലും കേരള ഗവൺമെന്റിന്റെ കിഡ്ഫ് റാങ്കിങ്ങിൽ തൃശൂർ ഡിസ്ട്രിക്റ്റില് സെൽഫ് ഫൈനാൻസിങ് മേഖലയിൽ സഹൃദയ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കോളേജാണ്. അപ്പോ ഈ കോളേജിന്റെ സമൂഹ പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങളെ ഏറെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെങ്ങനെ നമ്മളുടെ ഗ്രാമങ്ങളില് നമ്മുടെ സാധാരണക്കാർക്ക് അതിനെ ഉപയുക്തമാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങളാണ് ഈ ഇതിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ ഇന്ന് ഈ പത്രസമ്മേളനത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ വിശദ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഞങ്ങളുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ രാംകുമാറിനെ പ്രത്യേകമായി ക്ഷണിക്കുക. നമസ്കാരം. അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ നിർബന്ധ ബുദ്ധിയിൽ അധിഷ്ഠിതമായ പരിഹാരങ്ങൾ, പ്രത്യേകിച്ച് സുസ്ഥിര വികസനത്തിന് ഗ്രാമീണ മേഖലയിൽ നമ്മൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് സ്മാർട്ട് സിറ്റീസ് എന്നാണ്. സ്മാർട്ട് വില്ലേജസ് എന്നുള്ള ഒരു ആശയത്തിന്റെ പുറകിൽ വികസിപ്പിച്ചെടുത്ത ഒരു അതിലധിഷ്ഠിതമായ ഒരു കോൺഫറൻസ് ആണിത്. കേന്ദ്ര സർക്കാരിന്റെ ഉന്നത ഭാരത അഭിയാൻ എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു 5 ഗ്രാമങ്ങൾ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ദത്തെടുക്കുകയും അവിടെ സർവേ നടത്തിയിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഉള്ള ഒരു അധിഷ്ഠിത നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. പ്രാദേശികമായ തലത്തിലുള്ള പല മേഖലയിലുള്ള ആരോഗ്യം, കാർഷിക മേഖല, ഭൂസമ്പത്ത്, ജലവും ജലവിഭവത്തിന്റെ ഉപയോഗം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾക്ക് പ്രാദേശികമായ പരിഹാരങ്ങളാണ് കുറെ കൂടെ ശാശ്വതം. അപ്പോൾ വിവരസാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി നമ്മൾ എല്ലാവർക്കും അറിയാം, ഇന്റർനെറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വ്യവസായ വിപ്ലവം 4-5 ഭാഗമായിട്ട് കമ്പ്യൂട്ടറുകളും മനുഷ്യരും തമ്മിലുള്ള സംവാദം, സെൻസറുകൾ വഴി വിവരങ്ങൾ വളരെ ചെറിയ തലത്തിൽ നിന്നുള്ള പ്രാദേശികമായ തലത്തിൽ നിന്നുള്ള ഈ പറഞ്ഞ മേഖലയിലുള്ള വിവരങ്ങൾ നമ്മുടെ ഇന്റർനെറ്റിലേക്ക്, ക്ലൗഡിലേക്ക് വരികയും അവിടെ നിന്ന് അത് ഒരു നിമിഷ ബുദ്ധിയാൽ നമ്മൾ അതിനോട് സംബന്ധിച്ച് അതിൽ അധിഷ്ഠിതമായി പ്രശ്നങ്ങൾ എങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ എങ്ങനെ നിർദ്ദേശിക്കാം എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗ്രാം വിസ്ത എന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ തൽക്കാലം അതിനകത്ത് കൈകാര്യം ചെയ്യുന്നത് ഊർജം, കാർഷിക മേഖല തുടങ്ങിയുള്ള മേഖലകളിലാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ കോൺഫറൻസ് അതിന്റെ ഈ പറഞ്ഞ പ്രവർത്തനം ഒരു നല്ല രീതിയിൽ നടന്ന് ചില പരിഹാരങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞപ്പോഴാണ് ഇതിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കോൺഫറൻസ് എന്ന ഒരു ഉദ്യമത്തിന് നമ്മൾ തുടക്കം കുറിച്ചത്. അന്താരാഷ്ട്ര സംഘടനയായ IEEE ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന്റെ കേരള ഘടകത്തിന്റെ ആശീർവാദത്തോടു കൂടിയാണ് 9, 10 എന്നുള്ള തീയതികളിൽ ഈ കോൺഫറൻസ് നടക്കുന്നത്. കോൺഫറൻസിന്റെ വിശദ വിവരങ്ങൾ ഡോക്ടർ മണിശങ്കർ, കമ്പ്യൂട്ടർ സയൻസിന്റെ അധ്യക്ഷനായ ഡോക്ടർ മണിശങ്കർ നമ്മളോടൊപ്പം ചോദിക്കുന്നതായിരിക്കും. ഏപ്രിൽ 9, 10 നടക്കുന്ന കോൺഫറൻസിൽ സുസ്ഥിര ആരോഗ്യം, നഗര ആസൂത്രണം, ഊർജ സംരക്ഷണം, ആശയവിനിമയം, നഗര സംവിധാനങ്ങളിലെ നിർമ്മിത ബുദ്ധി എന്നീ വിഭാഗങ്ങളിൽ 150-ൽ പരം പ്രബന്ധങ്ങൾ ലോകത്തിന്റെ പല കോണിൽ നിന്നുമുള്ള അവർ അവതരിപ്പിക്കുന്നതാണ്. കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ മുരളീകൃഷ്ണ അയ്യങ്കി. രാജാറാം DRDOയുടെ രാജാറാം അവാർഡ് ലഭിച്ച് ഫെലോഷിപ്പ് ലഭിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുരളീകൃഷ്ണ അയ്യങ്കി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും UC ബർക്ലിയുമായി ഒരുമിച്ച് ജോയിന്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ നിർവഹിക്കുന്നതിൽ പ്രമുഖരാണ്. അതുപോലെ കോൺഫറൻസിന്റെ കീനോട്ട്, അതായത് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ബെന്നി റാഫേൽ IIT മദ്രാസിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയാണ്. അതുപോലെ തന്നെ മുഖ്യമായി മുൻനിര സെമി കണ്ടക്ടർ അഥവാ ഡീപ് ടെക്നോളജിയുമായി വർക്ക് ചെയ്യുന്ന മൈഫൈ സെമി കണ്ടക്ടർ എന്ന സ്ഥാപനവും സഹൃദയവുമായി ധാരണാപത്രത്തിൽ എത്തുകയും ഒരു ഹൈസ്പീഡ് ജനറേറ്റീവ് AI ലാബ് സ്ഥാപിക്കാനുള്ള പ്രവർത്തനവുമായി ചേർന്നൊരു ധാരണാപത്രം മൈഫൈയുടെ CEO ആയ പ്രസാദ് ബാലകൃഷ്ണനുമായി ഈ കോൺഫറൻസിന്റെ 1ാം ദിനമായ ഉദ്ഘാടന വേദിയിൽ വെച്ച് ഒരു ധാരണാപത്രം ഒപ്പിടുന്നതാണ്. കോൺഫറൻസിൽ മറ്റ് മുഖ്യ പ്രഭാഷണത്തിനായി എത്തുന്നവർ ഡോക്ടർ റോയ് P. പൈലി, സെമി കണ്ടക്ടർ രംഗത്തെ മുതിർന്ന ഗവേഷകൻ IIT ഗുവാഹട്ടി, ഡോക്ടർ അരുൺ അശോക്, മുതിർന്ന ഗവേഷകൻ ജൂലിയൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജർമ്മനി. അതുപോലെ തന്നെ അദ്ദേഹം സഹസ്ഥാപകനാണ് സിസിലിയം സർക്യൂട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ്, കേരളത്തിൽ ഇതിന്റെ സഹസ്ഥാപകനും കൂടിയാണ്. അതുപോലെ ഡോക്ടർ ഭാവത്രതൻ, മുതിർന്ന ഗവേഷകനും അധ്യാപകനും IIT പാലക്കാട്, ഡോക്ടർ ആനന്ദ് നയ്യാർ, മുതിർന്ന ഗവേഷകനും അധ്യാപകനുമാണ് ഡുയാൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വിയറ്റ്നാം എന്നിവരാണ് കോൺഫറൻസിന്റെ മുഖ്യ പ്രഭാഷകർ. 2 ദിവസവുമായി നടക്കുന്ന കോൺഫറൻസിൽ 150-ൽ പരം പ്രബന്ധങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പൽ പറഞ്ഞ മാതിരി ഗ്രാമങ്ങളുടെ വികസനം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രബന്ധങ്ങളാണ് ഇതിൽ മുഖ്യമായും വരുന്നത്. ഈ പ്രബന്ധമൊക്കെ എങ്ങനെയാ അത് അഡോപ്റ്റ് ചെയ്യുന്നത്? ഏജൻസിയാണോ അത് നിങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ നിർദ്ദേശം കൊടുക്കണോ? അതിന് ഫണ്ടിങ് എങ്ങനെയാണ് ഇത് നടപ്പാക്കണ്ടേ? ഇത് തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഉന്നത ഭാരത് അഭിയാന്റെ കീഴിൽ നമ്മൾ 5 ഗ്രാമങ്ങളെ നമ്മൾ ദത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നടത്തേണ്ട ഭാഗമായിട്ട് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രപ്പോസൽ നമ്മൾ സമർപ്പിച്ചിട്ട് നമുക്കൊരു 25 ലക്ഷം രൂപയുടെ ഒരു ആദ്യ നടപടി എന്ന നിലയിൽ ഈ വില്ലേജിൽ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഫണ്ട് കഴിഞ്ഞ ദിവസം അനുവദിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. വടക്കുപാളം, പുത്തഞ്ചിറ, കരുംതറ, തെക്കുമുറി, കടുപ്പശ്ശേരി, മാള, ഇരിഞ്ഞാലക്കുട ഭാഗത്തുള്ള 5 വില്ലേജുകളാണ്. അവിടെ ഞങ്ങളുടെ സ്റ്റുഡൻസും ടീച്ചർമാരും പോയി അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിനധിഷ്ഠിതമാണ് നമ്മൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുകയും AICT നമുക്ക് 25 ലക്ഷത്തിന്റെ ഒരു ഗ്രാന്റ് ഇതിന്റെ ഒരു
സ്റ്റാർട്ടിംഗ് എന്ന നിലയിൽ നമുക്കൊരു ഗ്രാന്റ് അനുവദിക്കുകയും ചെയ്തത്. അത് ഏത് രീതിയിലാണ് ഇംപ്ലിമെന്റേഷൻ ആക്കണം? ഇതിപ്പോൾ ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ മേഖലകൾ നമ്മൾ ഇതിന്റെ ഒരു 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 ഗവേഷണം എന്നുള്ള നിലയിൽ നമ്മൾ ഇതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് മണ്ണിന്റെ ഘടന, വളത്തിന്റെ കുറവോ കൂടുതലോ, വെള്ളത്തിന്റെ കുറവോ കൂടുതലോ, അന്തരീക്ഷത്തിലെ മാലിന്യം എന്നുള്ളത് നമ്മൾ സെൻസറുകൾ വഴി നമുക്ക് എത്തുകയും അത് തത്സമയം നമുക്ക് ക്ലൗഡിൽ ആ വിവരം എത്തുകയും ചുറ്റുവട്ടത്തുള്ള മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ സദാസമയവും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസൃതമായിട്ട് നമുക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അതിനനുസരിച്ചിട്ട് വേണ്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുകയും ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് ഇത് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധം ഒരു ഗ്രാമം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അനുബന്ധ കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇത്രയും കാലം നമ്മൾ അനുവർത്തിച്ചു വന്ന ഒരു നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനുള്ള ഒരു പരിഹാരം എടുക്കണം. ഒരെണ്ണത്തിൽ ഒരു പരിഹാരം എടുക്കുമ്പോൾ മറ്റു പലരും ദോഷമായാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത്. വിവരസാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ നിർമ്മിത ബുദ്ധികൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ന്യൂനതകൾ നമുക്ക് നമ്മുടെ കയ്യിൽ അറിയാം. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, ഭാവിയെ കുറിച്ച് പ്രവചിക്കാൻ പറ്റും. ഇപ്പോൾ പ്രാദേശികമായി എന്ത് നടപടി എടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായി നമുക്കൊരു തീരുമാനം ഈ അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് നമുക്കും സാധാരണക്കാർക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതെ അതെ, കോളേജിലാണ്. അതിനകത്ത് ഈ ഒരു പുതിയ സൈബർ ഫിസിക്കൽ സിസ്റ്റത്തിൽ ഒരു പുതിയ ബിടെക് പ്രോഗ്രാം കേരളത്തിൽ രണ്ടാമതാണ്. സ്വാശ്രയ മേഖലയിൽ ആദ്യമായിട്ടാണ്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രമേ കഴിഞ്ഞ കൊല്ലം തുടങ്ങിയിട്ടുള്ളൂ. സ്വാശ്രയ മേഖലയിൽ ആദ്യമാണ്. കൂടാതെ ഇതിന് ആവശ്യമായ ചിപ്പുകളുടെ, അർത്ഥചാലക വസ്തുക്കളുടെ നിർമ്മാണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു 5 പ്രമുഖ വ്യവസായ പ്രമുഖർ ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി സെമി കണ്ടക്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഫാക്ടറികൾ സ്ഥാപിക്കുന്നു. ഇതിനകത്തേക്ക് ഈ സാങ്കേതിക മേഖലയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന എഞ്ചിനീയർമാരുടെ ദൗർലഭ്യം കണക്കിലെടുത്തിട്ട് നമ്മൾ ഒരു എംടെക് പ്രോഗ്രാമും ഇത് കൂടാതെ ഒരു 5 വർഷത്തെ, അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് 5 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് ഡിഗ്രി എഞ്ചിനീയറിംഗിൽ ആദ്യമായിട്ടാണ്. AICTE സമ്മതപത്രം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ഒരു അപ്രൂവൽ, ലെറ്റർ ഓഫ് അപ്രൂവൽ എന്ന് പറയും. ഇനി ഒരു ആദ്യ ഘട്ടത്തിലുള്ള ഒരു ഇൻസ്പെക്ഷൻ, ഇതെല്ലാം പരിശോധന കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യത തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഗവൺമെന്റിൽ നിന്നും സാങ്കേതിക സർവകലാശാലയിൽ നിന്നുമുള്ള NOC കിട്ടിയിട്ട് നമ്മൾ അത് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ അക്കാദമിക് ഇയർ തുടങ്ങാനായിട്ടാണ്. ഈ 7 വൈവിധ്യമാർന്ന കോഴ്സുകളും ഈ അക്കാദമിക് ഇയറിൽ തുടങ്ങാനാണ്. നമ്മളുടെ ആ ലീഫ്ലെറ്റിലുണ്ടായിരുന്നു. നമ്മളുടെ ആ ലീഫ്ലെറ്റിൽ ഡോക്ടർ ജ്ഞാനക്കി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മള് കളക്ടറേറ്റിലും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിലും ലോക്കൽ പോലീസ് സ്റ്റേഷനിലും നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വോട്ട് ചെയ്തിട്ട് ഒന്ന് പങ്കെടുക്കാനുള്ള രീതിയിലാണ്. ഡെലിഗേറ്റ്സ് പലരും കേരളത്തിൽ പുറത്തുള്ളവരാണ്. അവർക്ക് വോട്ടിംഗ് തടസ്സമില്ല. നടത്തിപ്പുകാരായ ഞങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ ഇതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെല്ലാം രാവിലെ വോട്ട് ചെയ്ത് വരികയോ അല്ലെങ്കിൽ നേരത്തെ പോയി അതിന്റെ പങ്കാളിയാവുകയോ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട്.